അപ്പോൾ റംസാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. നോമ്പ് കാലത്ത് അതായത് 30 ദിവസം നോമ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് എനർജിയോടെ ഇരിക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ശീലമാക്കണം. അത്തരത്തിലുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു മാസത്തോളം നീളുന്ന പുണ്യദിനങ്ങൾ ഈദുൽ ഫിത്തർ എന്നറിയപ്പെടുന്ന പെരുന്നാൾ ദിവസത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് വിശ്വാസികൾ ഉപവസിക്കുന്നത്. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പുള്ള ഭക്ഷണം സുഹർ എന്നറിയപ്പെടുന്നു. ഇഫ്താർ അല്ലെങ്കിൽ ഡേറ്റ്സ് ആൻഡ് വാട്ടർ എന്ന ഭക്ഷണത്തോടു കൂടി ഉപവാസം അവസാനിപ്പിക്കും. പുണ്യദിനങ്ങളിലും ആരോഗ്യകരമായ ജീവിതശൈലികൾക്ക് പിന്തുടരുന്നത് ആവശ്യമാണ്. അപ്പോൾ ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ എനർജിയോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ പാലും നട്സാണ്. പാലിൽ കാൽസ്യം ധാരാളം ഉണ്ട്. ഇത് അസ്ഥിയുടെ ബലത്തിന് സഹായിക്കുന്നു. അപ്പോൾ നട്സിനോടൊപ്പം പാൽ ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിന് ഊർജ്ജം നൽകി നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈത്തപ്പഴമാണ്. പ്രകൃതിദത്തമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഈത്തപ്പഴം സഹായിക്കും. മൂന്നാമത്തേത് ഡ്രൈ ഫ്രൂട്ട്സാണ്. ആപ്രിക്കോട്ട്, ഉണക്കമുന്തിരി തുടങ്ങിയവയിൽ പ്രകൃതിദത്തമായ പഞ്ചസാരയും നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നിലനിർത്താൻ ഇവയും സഹായിക്കും. പിന്നെ ഉള്ളത് സീഡ്സും നട്ട്സും ഒക്കെയാണ്. നട്ട്സിലും സീഡ്സിലൊക്കെ കൊഴുപ്പും പ്രോട്ടീനും നാരുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ബദാം, വാൽനട്ട്, കശുവണ്ടി എന്നിവയൊക്കെ യോജിപ്പിച്ച് ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനർജി ബോൾസ് അടുത്തതായിട്ടുള്ളത് ഈത്തപ്പഴം, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ചേർത്ത് കഴിക്കുന്നതിലൂടെ ദിവസം മുഴുവൻ സ്ഥിരമായിട്ടുള്ളൊരു ഊർജ്ജം നിലനിർത്താൻ കഴിയും. അത് കാരണം എന്ന് പറയുന്നത് പോഷകസമൃദ്ധമായ ഒരു ലഘു ഭക്ഷണം കൂടിയാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ ശീലമാക്കിയാൽ ആ 30 നോമ്പ് നമുക്ക് എനർജിയോടെ ഇരിക്കാനും നമ്മുടെ ആരോഗ്യം നന്നായിട്ട് നിലനിർത്താനും സഹായിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.